കടാമംഗലം സദാനന്ദനും ശ്രീ സാംബശിവനും തൊട്ടു പിന്നാലെ തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരികയും കഴിഞ്ഞ 45ഓളം വർഷമായി ഈ രംഗത്ത് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹം ഈ രംഗത്തേക്ക് പുതുതായി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം തിരുവനന്തപുരത്ത്, ഒരു കഥാപ്രസംഗ പരിശീലന കേന്ദ്രം തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ സാരഥി കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ കടക്കോട് വിശ്വംഭരൻ. പുതുതായി കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്ന കലാകാരന്മാർക്ക് പരിശീലനം നൽകാൻ അല്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കാനുള്ള ഈ ഒരു കേന്ദ്രം, അതിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ് തുടങ്ങിയത്? മഹാകവി വള്ളത്തോൾ ആദ്യം ഇത് വേണമെന്ന് ശുപാർശ ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിനോട്. അതിനുശേഷം മഹാകവി വള്ളത്തോളിൻ്റെ മഗ്ദലനോറിയ നിരന്തരം കഥാപ്രസംഗമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ജോസഫ് കൈമാപ്പറമ്പൻ അതിന് മുൻകൈ എടുത്തു. കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് മ്യൂസിക് കോളേജിൽ തുടങ്ങാനാണ് ഒരുങ്ങിയത്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തു, അവിടെ വേണ്ടെന്ന് പറഞ്ഞു. അവർക്കൊരു ഭയം. അതിനുശേഷമാണ് ഈ SMV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് ആരംഭിക്കാൻ അനുവാദം കിട്ടിയത്. എപ്പോഴും ഈ കഥാപ്രസംഗത്തിന് ആധാരമായി സാഹിത്യം വേണമല്ലോ. അപ്പോൾ ശ്രേഷ്ഠമായ സാഹിത്യകൃതികളെ ഉപജീവിച്ചുകൊണ്ട് വേണം കഥാപ്രസംഗം അവതരിപ്പിക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനുള്ള വിഭവ സമാഹരണമാണ് അവിടെ കൊടുക്കുന്നത്. അത് നല്ലപോലെ സംഗീതവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതിനകത്ത് കൂടുതൽ താല്പര്യമായി വരുന്നുണ്ട്. ഇനി ഈ രംഗത്തേക്ക് വന്നതിനെ പറ്റി തന്നെ ചോദിച്ചു തുടങ്ങാം. ഇത്രയും വർഷം മുമ്പ് ഈ രംഗത്ത് വന്ന ആളല്ലേ, അപ്പോൾ ഈ ആദ്യം ഒരു കഥാപ്രസംഗം കേൾക്കുന്നത് ആരുടെയാണെന്ന് ഓർമ്മയുണ്ട്? ആദ്യം KK വാദ്യരുടെ കഥാപ്രസംഗം കേട്ടത്. അതിനുശേഷം കടാമംഗലം സദാനന്ദൻ സാറിൻ്റെ, പിന്നെ സാംബശിവൻ്റെ, ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇവരുടെ എല്ലാം കഥാപ്രസംഗങ്ങൾ കേട്ടപ്പോൾ എന്നിലൊരു കവി ഉണ്ടായിരുന്നു. കവിത എഴുതുമായിരുന്നു. അതിന് സമ്മാനമൊക്കെ അന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കഥാപ്രസംഗം പറഞ്ഞാൽ എന്താണ്. അങ്ങനെ ദുരവസ്ഥ അവതരിപ്പിച്ചത് ആദ്യം ഒരു കുറച്ച് സമയം കിട്ടിയുള്ളൂ. അന്ന് മംഗളാനന്ദ സ്വാമികൾ മനോഹരമായി കഥാഖ്യാന രൂപത്തിൽ ഈ ആശാൻ്റെ കാവ്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേദി ഞങ്ങളുടെ കടക്കോട്ടുണ്ടായി. അപ്പോൾ എനിക്കൊന്ന് കഥ പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പിള്ളേർ, എൻ്റെ കൂട്ടുകാർ തൽപരരായി ഉത്സവ ഭാരവാഹികളെ സമീപിച്ചു. പക്ഷെ അവർ അത്ര ആനുകൂല്യം നൽകിയില്ല. പക്ഷേ മംഗളാനന്ദ സ്വാമികൾ അതിന് സമ്മതം തന്നി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൽ സമയത്ത് പറയാനായിട്ട്. അങ്ങനെ ഇൻ്റർവെൽ സമയത്ത് കഥ പറഞ്ഞു. അത് 15 മിനിറ്റാണ് പറഞ്ഞ, അരമണിക്കൂറായി 1 മണിക്കൂറായി. ആരും അദ്ദേഹം തടഞ്ഞില്ല. ആളുകൾക്ക് ഇഷ്ടമായി. പിന്നെ അവിടെ വെച്ച് തന്നെ പല ബുക്കിങ്ങുകൾ നടന്നു. അങ്ങനെയാണ് കഥാപ്രസംഗനായത്. അല്ലെങ്കിൽ അതോടെ നിർത്തി തന്നെ. അപ്പോൾ പിന്നീടും ഈ കഥ തന്നെയാണ് കുറേ നാളും പറഞ്ഞു? ദുരവസ്ഥ പിന്നെ പ്രോത്സാഹനമായി. പിന്നെ വേറെ കഥകൾ എടുത്തു. ചെമ്മീൻ പറഞ്ഞു. അപ്പോൾ ഈ ചെമ്മീനൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിലെ പാട്ടുകൾ ഞാൻ തന്നെയാണ് പാട്ട് എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ കവിത എഴുതുമല്ലോ. പാട്ടുകളിൽ എഴുതിക്കൊണ്ടിരുന്നത് അത് ബാല്യകാല സഖി പറയുന്നു. ബാല്യകാല സഖിക്ക് വലിയ സ്വീകരണം ലഭിച്ചു കേരളം ഉടനീളം. ഞങ്ങളൊരു കഥ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ രചയിതാവിൻ്റെ അനുവാദം വാങ്ങും. അങ്ങനെ ഞാൻ ബഷീർ സാറിന് എഴുതിയിരുന്നു. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അനുവാദം നൽകി. പ്രതിഫലം അയച്ചു കൊടുത്തായിരുന്നു, തിരിച്ചു അയച്ചെന്നു. അങ്ങനെ ഒരു സൗമനസ്യമായിരുന്നു അദ്ദേഹം കാണിച്ചത്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ആകാശവാണിയിൽ വന്ന എൻ്റെ ആ കഥാപ്രസംഗം കേട്ടു. ആ കഥാപ്രസംഗം അന്നേ കേട്ട ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പച്ചയായിട്ടുണ്ട്. ഞാൻ ദൂരദർശനിൽ ചെന്നപ്പം മരിച്ചുപോയി അദ്ദേഹം, ഇരവി ഗോപാലൻ ഇതിലെ വരികൾ പാടി. ഈ ബാല്യകാല സഖിയിലെ അങ്ങക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് വരികൾ? വെള്ളിമേഘക്കല്ലുകടഞ്ഞൊരു മാളികയുണ്ടാക്കും, ഞാനൊരു മാളികയുണ്ടാക്കും, ഉള്ളിൽ ഞാനൊരു കൊച്ചു റാണിയുമായി വാണിടും, റാണിയുമായി വാണിടും, റാണിയുമായി വാണിടും. ബാല്യകാല സഖിയിലെ മജീദാണ് പാടുന്നത്. അവൻ വലിയ സ്വപ്നാടനക്കാരനാണ്. അപ്പോൾ മജീദ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. കൂടെ അവൻ്റെ ബാല്യകാല സഖി സുഹ്റ അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് കേട്ടപ്പോൾ അവൾ ചോദിച്ചു, ചെറുക്ക പറയാമോ എവിടാ മാളിക വയ്ക്കുന്നേ, പറയാമോ എവിടാ മാളിക വയ്ക്കുന്നേ, ചെറുക്ക എവിടാ മാളിക വയ്ക്കുന്നേ, അക്കാണും കുന്നിൻ്റെ ഉച്ചി വയ്ക്കും മാളിക ഞാൻ, അക്കാണും കുന്നിൻ്റെ ഉച്ചി വയ്ക്കും മാളിക ഞാൻ. ഞാൻ ആ മാളിക ആ കുന്നിൻ്റെ ഉച്ചിയിലാണ് വയ്ക്കുക. കുന്നിൻ്റെ ഉച്ചിയിലോ? മാളികയ്ക്ക്
പറയാമോ പറയാമോ എത്രയും മാളിക പൊങ്ങിയിടും, പറയാമോ പറയാമോ എത്രയും മാളിക പൊങ്ങിയിടും. എത്രയും പൊക്കം കാണിച്ചേർക്ക. ഒത്തിരി ഒത്തിരി ഒത്തിരിയോ? അതെത്രയായിരിക്കും? ആ വാഴയുടെ അത്രയും? അല്ല, എൻ്റെ മാളിക വാഴയുടെ അത്രയും. എന്താ പെണ്ണേ? ആ തെങ്ങോളം? അല്ല, ആകാശത്തോളം? അതെ, ആകാശത്തോളം. ഓ, ആകാശത്തോളം പൊക്കമുള്ള മാളിക. മാളിയെ കൊച്ചു ചെറുക്കാ നീ താമസിച്ചിടുന്നതൊറ്റയ്ക്കോ, മാളിയെ കൊച്ചു ചെറുക്കാ നീ താമസിച്ചിടുന്നതൊറ്റയ്ക്കോ. മാളിയെ ചെറുക്കൻ ഒറ്റയ്ക്കാന്ന് താമസിക്കുന്നേ? താനേ അല്ലൊരു രാജകുമാരി ഞാനും ഒന്നിച്ചു താമസിക്കും, താനേ അല്ലൊരു രാജകുമാരി ഞാനും ഒന്നിച്ചു താമസിക്കും. രാജകുമാരി? ഏതാ പെണ്ണ്? പറയത്തില്ല. പറയത്തില്ലയോ? ഇല്ല. എന്നാ ഞാൻ ചെറുക്കനോട് കൂട്ടില്ല. അവളുടെ കണ്ണു നിറഞ്ഞു. മജീദിന് മനസ്സിൽ അലിവുണ്ടായി. സുഹ്റ, നീയാണ് എൻ്റെ രാജകുമാരി. പൂച്ചെടുക്ക ഉമ്മാണേ. ഈ ഭാഗമാണ് അയാൾ ഓർമ്മിച്ചത്. അയാൾ അടുത്ത് നിന്ന് പറയുകയാണ് രാജകുമാരി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അത്രയും പ്രായമുള്ള ഒരാളാണ്. അത് ഈ രംഗം ഓർത്തുകൊണ്ട് അയാൾ അന്നേരം ഒരു ഓർമ്മ നൽകിയതാണ്. അപ്പോൾ അത് ആളുകളുടെ ഹൃദയത്തിൽ ഈ പറയുന്നത് 2 വർഷമായുള്ളൂ ഈ സംഭവം നടന്നിട്ട്. ഹൃദയത്തിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നു അന്നത്തെ എൻ്റെ അവതരണം എന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ഏതാണ്ട് എത്ര സ്റ്റേജുകൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും ഈ ബാല്യകലസഖിയൊക്കെ? ഇതൊക്കെ ഒരു 14,000 വേദികൾ അവതരിപ്പിച്ച് കാണാം. ബാല്യകലസഖിക്ക് അന്ന് പ്രത്യേകിച്ചും അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ മുസ്ലിം സമൂഹത്തിലേക്ക് കഥാപ്രസംഗം കടന്നിരുന്നു. വേറെ ആളുകൾ പറയുന്നുണ്ട് ആ കഥ. പക്ഷെ മലബാർ ഏരിയയിൽ ഈ കഥയും കൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഒരു സഹർഷം സ്വാഗതം ലഭിച്ചു. അത് അവരുടെ വൃത്തങ്ങളിലാണ്. ധാരാളം പരിപാടികൾ അവർ ഈ ടിക്കറ്റ് വെച്ചും പാസ് വെച്ചും നടത്തുകയും. നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സ്കൂളിൽ പരിപാടി അവർ അറേഞ്ച് ചെയ്തു. ഞാനവിടെ പരിപാടി നടത്താൻ ചെന്നപ്പോൾ ആ സ്കൂളിൻ്റെ ഒത്ത നടുക്ക് ഒരു സ്ക്രീൻ, ഒരു തുണി കെട്ടിയിട്ടുണ്ട്, മറ. മുമ്പിലെല്ലാം ആണുങ്ങളിരിക്കുകയാണ്. കഥ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ആ മറയ്ക്ക് പിമ്പിൽ ചിരി, പെണ്ണുങ്ങളുടെ ചിരി. ഞാൻ വിചാരിച്ചു ഇതെന്താണ്? അപ്പോഴെനിക്ക് മനസ്സിലായത് പെൺകുട്ടികളെല്ലാം പുറകിലിരിക്കുകയാണ്, അവർ ചിരിക്കുന്നുവെന്ന്. കാരണം അവർക്കും ഇഷ്ടമാണ് ബാല്യകാലസഖിയിലെ കഥ. ആ സുഹൃയെ അവർ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഈ ഒരു തലമുറ ഇതിനെ ഒരുപാട് വളർത്തി, ഒരു തലമുറ ഇത് ഒരുപാട് ജനകീയവൽക്കരിച്ചു. പിന്നെ ഇപ്പോഴും ആ തലമുറയിൽ തന്നെ ഒതുങ്ങുകയാണത്. പുതിയ ആളുകൾ അതിനകത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം. അതിന് മധ്യവയസ്കരായ, അതിനു മുമ്പ് അതുപോലുള്ളവരും ധാരാളം പേര് ഇപ്പോഴും. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. പുതിയ തലമുറയിലെ ആളുകൾ, ചെറുപ്പക്കാർ വളരെ കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സാറേ ഞങ്ങൾക്കിത് അറിയാൻ പാടില്ലായിരുന്നു, ഈ മാധ്യമം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ ശില്പശാലയൊക്കെ നടന്നപ്പോൾ എൻ്റെ അനുഭവമായി പറയുന്നു. വരും. എന്നാലും അത് വീണ്ടും വളരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിന് കൂടുതൽ പോപ്പുലാരിറ്റിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.